ഒരു ലൈഫ് സ്പാനിൽ ഒരു 12 വർഷം ഒരാളെ ആവറേജ് 12 വർഷം നമ്മൾ ഈ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നോൺസെൻസ് ഡിസ്കസ് ചെയ്യാനും നോൺസെൻസ് സ്പ്രെഡ് ചെയ്യാനുമാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ 12 വർഷം ലൈഫിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ സക്സസ്സിന് വേണ്ടി, നമ്മുടെ ലൈഫിന് വേണ്ടി, മറ്റുള്ള ആൾക്കാരുടെ ലൈഫിന് വേണ്ടി, മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. കാരണം ഇതിനകത്ത് ആര് വിജയിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. താഴെയുള്ള ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്ത് മാത്രമേ ഒരാൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. താഴെ നമ്മൾ പുതിയ അഫിലിയേറ്റ്സ് ക്രിയേറ്റ് ആകുമ്പോഴത്തേനാണ് മുകളിലെ ഓരോരുത്തരുടെ റാങ്ക് ഉയരുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് 2 പേര് ലൈഫിൽ സീരിയസ് ആയിട്ട് വേണം, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്ന് നിങ്ങളോട് പറയുന്ന 2 പേരെ കിട്ടിയാൽ അവരെ രക്ഷപ്പെടാൻ അവരുടെ കൂടെ നിന്നാൽ മാത്രം മതി ഇതിൻ്റെ ടോപ്പ് ലെവൽ, അതായത് അഫിലിയേറ്റൊക്കെ എത്താനായിട്ട്. ആ ആൾക്കാർ, കാരണം ജീവിതത്തിൽ വിജയിക്കാൻ ഞാൻ പറയുന്നത് സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സോ കോൾഡ് സക്സസ്ഫുൾ ആയിട്ടെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നുണ്ട്, അപ്പനും അമ്മയ്ക്കും പൈസ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല കോളേജിൽ പഠിപ്പിക്കാൻ പറ്റി, നല്ല കോഴ്സിന് വിടാൻ പറ്റി, അവർ നല്ല ഡോക്ടറായി, എഞ്ചിനീയറായി, കളക്ടറായി എന്നും പറഞ്ഞ് സമൂഹം ഇവരൊക്കെയാണ് ഏറ്റവും വലിയ പുലികളെന്ന് വിചാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ സമൂഹത്തിൽ എത്രയോ ആൾക്കാർ, ഡിസർവിങ് ആൾക്കാരുണ്ട്, എത്രയോ ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്നാണ്, അതായത് ഒരു ലോട്ടറി എടുത്തൊരു പെൺകുട്ടി, ലോട്ടറി വിറ്റൊരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരാൾ ലോട്ടറി വാങ്ങിക്കൊണ്ട് പോയി. ആ ലോട്ടറി സ്ഥിരം വാങ്ങുന്ന ആളൊരു ലോട്ടറി വാങ്ങിയിട്ട് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു, ഞാൻ നാളെ വന്ന് മേടിച്ചോളാം, പൈസയും കൊടുത്തിട്ടില്ല എന്ന് ഓർക്കണം, പൈസ കൊടുത്തിട്ടില്ല, ഒരു ലോട്ടറി മാറ്റി വെച്ചേരെ, നാളെ വന്ന് ഞാൻ പൈസ തന്നോളാം എന്ന് പറഞ്ഞു. ഒരു ലോട്ടറി മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. സ്ഥിരം വാങ്ങുന്നവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം ന്യൂസ് വന്നപ്പോഴത്തേന് ആ ലോട്ടറിക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും വാർത്ത. ആ ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അദ്ദേഹം പൈസ കൊടുത്തിട്ടില്ല, ലോട്ടറി ഇവരുടെ കസ്റ്റഡിയിലാണ്. അവർ പിറ്റേ ദിവസം ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെ നേരെ ആ പൈസ, ആ ലോട്ടറി നേരെ അദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ട് ഇതിനാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് കൊടുത്തു. നമ്മൾ എത്ര പേര് ചെയ്യും? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കി. ആ ആൾക്കാർ സമൂഹം അറിയുന്ന പോലുമില്ല. സമൂഹം ഒരു ദിവസം ഒരു വാർത്ത വന്നു, ഇവിടെ ന്യൂസ് ചാനലുകാർക്ക് മറ്റവർക്കൊന്നും അതൊന്നും അല്ല വാർത്ത. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആരെയാണ് സമൂഹം വലിയ ആൾക്കാരായിട്ട് കാണുന്നത്? ഈ ആളുടെ മുമ്പിൽ ഇവിടെ നമ്മളിരിക്കുന്ന എത്ര പേര് ആ ലെവലിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി, അവർക്ക് അടിച്ച ഫസ്റ്റ് പ്രൈസ് അടിച്ച ടിക്കറ്റ് ഇന്നലെ പറഞ്ഞ് വാക്ക് പാലിക്കാൻ വേണ്ടി ആൾക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇതിനാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാനായിട്ടുള്ള ഹൃദയവിശാലതയൊന്നും ഇതിനകത്തിരിക്കുന്നതല്ല. നമ്മൾ സമൂഹത്തിലുള്ള എത്ര പേര് നമ്മളിന്ന് വലിയ ബഹുമാനിക്കുന്ന എത്ര പേർക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ പേരിൽ അവരുടെയൊക്കെ മുമ്പ് ഇവരൊക്കെ നമ്മൾ ഈ പറയുന്ന സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയവരെന്ന് വിശ്വസിക്കുന്നവർ ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ഈ അടുത്ത കാലത്ത് കോട്ടയത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഒരു ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുന്ന കണ്ണ് കാണാൻ മേലാത്ത ഒരു സ്ത്രീയുണ്ട്. ആ കണ്ണ് കാണാൻ മേലാത്ത സ്ത്രീയുടെ അടുത്ത് എല്ലാ ദിവസവും ആൾക്കാർ ലോട്ടറി വാങ്ങാറുണ്ട്. അവർക്ക് കണ്ണ് കാണാൻ മേല, പക്ഷേ കളക്ഷൻ കുറവാണ്. ലോട്ടറി കൂടുതൽ ചിലവാകുകയും അവരുടെ കളക്ഷൻ കുറവും വരുന്നു. ഈ കളക്ഷൻ കുറവ് വന്നപ്പോഴത്തേന് ഇവർക്കൊരു സംശയം. അപ്പോൾ ഇവർ വേറെ ആരോട് പറഞ്ഞു, കളക്ഷൻ നമുക്ക് അത്രയും വരുന്നില്ല, ലോട്ടറി അതിൽ കൂടുതൽ ചിലവാകും. കാരണം ആൾക്കാർ ലോട്ടറി അവരുടെ ടേബിളിൽ നിന്ന് എടുക്കും, എന്നിട്ട് അവർ തന്നെ പൈസ ഇടണം, വരുന്നവർ തന്നെ പൈസ ഇടണം. അപ്പം പൈസ അത്രയും വരുന്നില്ല, ലോട്ടറി തീരുന്നുണ്ട്. അപ്പോൾ ഇവർ വേറെ ആരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആരോ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഇവരുടെ ദേഹത്തൊരു ചെറിയൊരു ക്യാമറ, ഈ പറഞ്ഞ മൊബൈലിലൊക്കെ ക്യാമറ ഉണ്ടോ, ക്യാമറ കുത്തി വെച്ചേക്ക്, അപ്പോൾ ആരെങ്കിലും വന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇതിൽ ഉടുപ്പിൽ ഒരു ചെറിയ ക്യാമറ കുത്തി വെച്ചിരുന്നു. അന്നത്തെ ദിവസം ലോട്ടറി വന്ന് അത് കഴിഞ്ഞ് വേറെ ആൾക്കാർ കണ്ണ് കാണാമെന്നൊരു വന്നത് നോക്കിയപ്പം മനസ്സിലായത് അവിടെ വന്ന് വേറെ വെറുതെ ലോട്ടറി എടുത്തുകൊണ്ട് പോവുക, അതിനകത്ത് എന്തെങ്കിലും 10 രൂപ എന്തെങ്കിലും ഇട്ടിട്ട് ലോട്ടറി എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതിന് ശേഷം പിടിച്ചു. ആ ക്യാമറ കൃത്യമായിട്ട് ആളെയും പിടിച്ചു, അവിടെ ലോക്കൽ ആളാണ്. പക്ഷേ ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു ഇവനെ പിടിക്കണം, ഇവനെ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ആ ലേഡി പറഞ്ഞത്, സാരമില്ല, കാരണം കംപ്ലയിൻറ്റ് ചെയ്യണ്ട, കംപ്ലയിൻറ്റ് ചെയ്താൽ ഇനിയുള്ള അവരുടെ ജീവിതം എന്തായിരിക്കും, അത് ഇനി അവരെ സമൂഹം കാണാൻ പോകുന്നത് എന്തായിരിക്കും, അവർക്കും കുടുംബമുള്ളതല്ലേ, അവർക്കും ജീവിക്കേണ്ടതല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് കണ്ടും കാണാൻ മേലാത്ത ആൾ അതുകൊണ്ട് ജീവിക്കുന്നവരെ ഇത്രയും കണ്ണ് കാണാൻ മേല, അത്രയും കൈയും കാലും തലയും എല്ലാം കൊടുത്തിരിക്കുന്നവൻ അവിടുന്ന് വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അതിനകത്ത് അവരോട് ക്ഷമിക്കാൻ പറയുന്ന അവരുടെ ലെവലും മറ്റും എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മൾ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സ്റ്റാൻഡേർഡിൻ്റെ പുറകെയാണ് പല ആൾക്കാരും പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സമൂഹത്തിൽ ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരെ, ജീവിതത്തിൽ എങ്ങും എത്താതായിട്ടിരിക്കുന്ന ആൾക്കാരെ, അർഹിക്കുന്ന ആൾക്കാരെ, സത്യസന്ധതയും ആത്മാർത്ഥതയും ഓടുകൂടി ജീവിക്കണമെന്നും നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണമെന്നും അങ്ങനെ വിജയിക്കണമെന്നും അങ്ങനെ വിജയിച്ച സമൂഹത്തിന് മാതൃകയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ സമൂഹത്തിലുണ്ട്. അങ്ങനെ ആൾക്കാരെ കണ്ടുപിടിക്കുക, അവരോട് ഷെയർ ചെയ്യുക, അവരുടെ വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, അവരെ വിജയിപ്പിച്ച് സമൂഹത്തിന് മുമ്പിൽ കൊണ്ട് നിർത്താനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ആ ലെവലിൽ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് ആണിതെന്ന് പറയും. ഇത്ര ചെറിയൊരു രൂപയ്ക്ക് ഒരാളുടെ ലൈഫ് മാറ്റിമറിക്കാൻ പറ്റുന്ന എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് വേറെ ഉള്ളത്?